നമസ്കാരം. കേരള വാർത്ത ഓൺലൈനിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ രേവതി. കേച്ചേരി മുണ്ടൂർ ശങ്കരൻകണ്ടം അയനിക്കുന്നത്ത് വീട്ടിൽ തങ്കമണിയെ 77 റോഡരികിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ നിർണായക വഴിത്തിരിവ്. വയോധികയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് മകൾ സന്ധ്യ 45, സന്ധ്യയുടെ കാമുകനും അയൽവാസിയുമായ ശങ്കരൻകണ്ടം ചിറ്റിലപ്പള്ളി വീട്ടിൽ നിതിൻ 29 എന്നിവരെ അറസ്റ്റ് ചെയ്തു. അമ്മയോടൊപ്പം ശങ്കരൻകണ്ടത്തെ വീട്ടിലാണ് സന്ധ്യയും ഭർത്താവും 2 മക്കളും അടങ്ങിയ കുടുംബം കഴിയുന്നത്. ശനിയാഴ്ച വൈകിട്ട് 4:30 വീട്ടിൽ തങ്കമണിയും സന്ധ്യയും തമ്മിൽ വഴക്കിട്ടതിനെ തുടർന്ന് സന്ധ്യ അമ്മയെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് തള്ളിയിട്ടുവെന്നും തലയിടിച്ചു വീണാണ് തങ്കമണി മരിച്ചതെന്നും പോലീസ് പറഞ്ഞു. നിലത്ത് കിടന്ന അമ്മയെ സന്ധ്യ തന്നെയാണ് കട്ടിലിലേക്ക് എടുത്തു കിടത്തിയത്. പിന്നീട് നിതിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഇരുവരും ചേർന്ന് തങ്കമണിയെ അവരുടെ മുറിയിലേക്ക് മാറ്റി കിടത്തുകയും ചെയ്തു. തങ്കമണിയുടെ മാല പൊട്ടിച്ചെടുത്ത് അതിന്റെ പകുതി സന്ധ്യ നിതിന് പണയം വെക്കാൻ നൽകി. സംഭവത്തിന് ശേഷം സന്ധ്യ വൈകിട്ട് ജിമ്മിൽ പോയി രാത്രിയോടെ വീട്ടിൽ തിരിച്ചെത്തി. ഇതിനിടെ നിതിൻ മുണ്ടൂരിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ സ്വർണം പണയം വെച്ച് തിരിച്ചെത്തി. ഇരുവരും ചേർന്ന് രാത്രി ഏറെ വൈകി തങ്കമണിയുടെ മൃതദേഹം വീടിന് പിറകിലൂടെ പറമ്പിലേക്കുള്ള വഴിയിൽ കൊണ്ടുവന്നിടുകയായിരുന്നെന്നും പോലീസ് പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 6-ന് നിതിൻ തന്നെ നാട്ടുകാരെ വിളിച്ച് തങ്കമണിയുടെ മൃതദേഹം പറമ്പിലെ വഴിയിൽ കിടക്കുന്ന വിവരം അറിയിക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ തങ്കമണിയുടെ കഴുത്തിലെ 2 എല്ലുകൾ പൊട്ടിയതായി കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞത്. പ്രതികൾ ഇരുവരും 3.5 വർഷമായി പ്രണയത്തിലാണെന്ന് പോലീസ് പറയുന്നു. സ്വർണം പണയം വെച്ച മുണ്ടൂരിലെ സ്ഥാപനത്തിൽ നിന്ന് സ്വർണം വീണ്ടെടുക്കുകയും ചെയ്തു. പ്രതികളെ റിമാൻഡ് ചെയ്തു. പേരാമംഗലം SHO-K രതീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേരള വാർത്ത ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എന്നിവ ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക.